എന്തോ ഒരു ക്ഷീണം പോലെ. നമ്മളെ പറവന പള്ളിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ പെരുന്നാളായിരുന്നു. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ആ പൊട്ടാത്ത പടക്കങ്ങളൊക്കെ പറക്കിയെടുത്തിട്ട് ചവറിലിട്ട് കത്തിച്ചതൊക്കെ ഓർമ്മയില്ല. ഇളയപ്പനായിരുന്നോ? ഇതാരെവിടെ ബഹളം വെക്കണമെന്ന് അറിയാൻ വേണ്ടി ബഹളം വെക്കേ? ഞാൻ എൻ്റെ ഏട്ടനോട് കുശലങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ഇടയായിട്ട് ഏട്ടനോട് മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള. ഞങ്ങളോ? എന്തിന്? പ്രാഞ്ചേട്ടനും ഗുരുവേട്ടനും ദിവസം 2 നേരം അപ്പനോട് സംസാരിച്ചിട്ടാ പോകുന്നത്. അതുപോലെ വന്നു കയറിയ പെണ്ണുങ്ങൾ മരുമക്കളെ ഏട്ടനോട് സംസാരിക്കുമ്പോഴേ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ എന്താ ഇളയപ്പാ? ഞങ്ങളുടെ വീട്ടിലും പരിസരത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരിങ്ങനെ ഫോട്ടോനോട് നോക്കിയിട്ട് അയ്യോ സുഖാണോ എന്താ വിഷമമെന്നൊന്നും ചോദിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പൊ ഫോട്ടോയിൽ സംസാരിക്കുന്ന മുഴുവനും പ്രാന്തന്മാരാന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങളൊക്കെ തെളിഞ്ഞ മനസ്സുള്ളവരും മേലിൽ എന്നോട് സംസാരിക്കണ്ടേ. നിങ്ങൾ പ്രാഞ്ചിയോട് സംസാരിക്കണ്ട, കുരുവോട് സംസാരിക്കണ്ട. ചൂടാവണേ പേടങ്ങല്ല മുത്തേ. പ്രാന്തുള്ളവർക്ക് എന്തും ചെയ്യാലോ. ചിലപ്പോ ഞങ്ങള് കൂഹും. പോയില്ലേ അവിടുന്ന്? ഞാൻ എന്റെ ഏട്ടനോട് സംസാരിക്കട്ടെ. എന്റെ ഏട്ടനോട് സംസാരിക്കാൻ പാടില്ലേ? ഏട്ടാ, ഏട്ടൻ എന്നോട് മിണ്ടണില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഏട്ടന് ഭ്രാന്തില്ല എന്നല്ലേ? ആലീസ്, എന്താ വേഗമായ പ്രശ്നം? നോക്കിയാല് നിങ്ങൾ കാണണില്ലേ? അത് ഓടല്ലേപ്പാ. ആ ഓടിന്റെ ഇടയിൽ നോക്കണേ, ആ മുകളിലേക്ക് നോക്കിയേ. പട്ടികയുടെ മുകളിലോ? അയ്യോ പാമ്പ് ചേച്ചി. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് മറന്നു പോത്തൊന്നുമില്ല. ഞാൻ ടോർച്ച് എടുത്തേ, അതെന്തൊട്ട് പാമ്പാന്ന് നോക്കട്ടെ. കണ്ണു കാണാൻ പാടാത്ത ഇളയപ്പൻ ഇനിയിപ്പോ അതെന്താ നോക്കാൻ പോണത്? നീ എന്റെ കണ്ണിന് എന്താ കുഴപ്പം? എന്റെ ഇളയപ്പ ഇത്രയും ദൂരെയുള്ള പാമ്പിനെ ഇളയപ്പനെ കണ്ടാൽ മനസ്സിലാവോ? അതേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അതല്ല പറയണേ, ഞാൻ നോക്കട്ടെ. ചിലപ്പോ വല്ല ചേരയാണെങ്കിലാ. ചേര എന്താ പാമ്പല്ലേ? ചേര നമ്മളൊന്നും ചെയ്യില്ല. അത് വല്ല എലീന് പിടിക്കാൻ പട്ടിയേരെ മുകളിൽ കയറിയതാവും. ഏളേപ്പ മഞ്ഞച്ചേര മലന്ന് കടിച്ച മലയാളത്തില് മരുന്നില്ല എന്നാട്ടാ പറയണേ. മലർന്ന് കടിച്ചാലല്ലേ അതിന്റെ മോളിൽ നിന്ന് മലന്ന് വീണാലോ, എന്നിട്ട് കടിച്ചൂടെ? അങ്ങനെ കടിച്ചു എന്ന് വിചാരിക്കുക. ഈ കേരളത്തിൽ ചാക്ക് കണക്കിന് പെണ്ണുങ്ങളുണ്ട് കുരുവിക്കും അരിപ്രാഞ്ചിക്കും കെട്ടാൻ. ഞങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഓടും, ഏളേപ്പനെ പിടിച്ചു കടിക്കും. മലയാളത്തിലല്ലേ മരുന്നില്ലാത്തതുള്ളോ? ഇംഗ്ലീഷിൽ വേണ്ട മരുന്നുണ്ട്. നീ ടോർച്ച് എടുത്തു. എന്റെ ടോർച്ചിന് ചാർജ് ഇല്ല, നിന്റെ ടോർച്ച്. എനിക്ക് പേടി, ഞാൻ പോവില്ല. പരിയപ്പുറത്തോടെ പോയിട്ട് എടുത്തിട്ട് പാടി. പിന്നെ ചീറ്റിക്കൊണ്ട് വരാൻ ചീറ്റപ്പുരിയാണല്ലോ. ഒന്ന് പോയി എടുക്ക് സൂസേ. എന്റെ ഇളയപ്പാ, അത് അവിടെ തന്നെ കിടക്കാട്ടോ. എന്ത് നീളം നോക്കിയേ. കണ്ടിട്ട് ചേരയാണെന്നാ തോന്നണേ. ആ പത്തിയിലുണ്ടല്ലോ മറ്റേ W അങ്ങനെ രണ്ട് അക്ഷരം എഴുതൂലേ, അങ്ങനെയാണെങ്കിൽ അത് രാജവെമ്പാലായിരിക്കും. ആരെഴുതിയിട്ടുണ്ടെങ്കിൽ അത് രാജവെമ്പാലയാ. രാജവെമ്പാലയാ മൂർഖന് ഇനി രാജവെമ്പാല എന്ന് പറയണേ. അയ്യോ മൂർഖനോ? മൂർഖനാണെങ്കിൽ കർത്താവ് ഇതെങ്ങനെ അകത്തോട്ട് വന്നാലോ? കുട്ടികളൊക്കെ വരില്ലേ? പിന്നെ കുട്ടികളും ഭാര്യയായിട്ട് വരാൻ ഇവിടെ കൂട്ടുപെരുന്നാൾ നടത്തല്ലേ. പാമ്പിന്റെ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ കുട്ടി വർത്താനം പറഞ്ഞു നിൽക്കാതെ പ്രാഞ്ചിനെ വിളിച്ചേ. പ്രാഞ്ചേട്ടിന് പാമ്പെന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. ചേച്ചി കുരുവേട്ടനെ വിളിക്ക്. ഓ ഭയങ്കര പേടിക്കാരൻ. എടി കുരുവേട്ടിന് പാമ്പിനെ കൊല്ലാൻ പാടില്ല എന്നറിയില്ലേ? പാമ്പിനെ കൊന്നാ ഉത്തരേന്ത്യക്കാര് തല്ലിക്കൊല്ലോ നമ്മളെ. ഓ അതല്ല, കുരുവേന്റെ നാളെ രോഹിണിയല്ലേ, ആ നക്ഷത്രത്തിലുള്ള ഒരു പാമ്പിനെ കൊല്ലാൻ പാടില്ല. അതെന്താ? ആ നക്ഷത്രക്കാരി കൊന്ന പാമ്പ് ചാവില്ലേ? ആ ഇല്ല. അയ്യോ അതങ്ങനെ അകത്തേക്ക് പോവോ? പെട്ടെന്ന് അങ്ങനെ അകത്തേക്ക് പോകും. അല്ല എന്താ ഇവിടെ? ഓയ് അവിടെയുള്ള ഞാൻ ഇപ്പൊ ഇവിടെ വീണ് അവിടെ നിക്കി. പാട്ടച്ചോനെ എന്ത് നിങ്ങളാണ് വാപ്പാ? സുലൈമാനെ, അത് ഏത് പാമ്പാന്നറിയോ? അതെ,
ലക്ഷണം കണ്ടിട്ട് അത് ഞെരള് പിരിയാണെന്ന് തോന്നണേ. ഞരള് വീഴണോ? അങ്ങനെ ഒരു അങ്ങനെ ഒരു പാമ്പുണ്ടോ? പാമ്പുണ്ട് ആലിസച്ച്, ഇവിടെ ഒന്നുമല്ല, സൗദി അറേബ്യയിൽ മരുഭൂമി കാണുന്നതാ. അയ്യോ. നോക്കിയാട്ടെ, അതിന്റെ പള്ളയമ കണ്ടില്ലൊരു വര. അതല്ല, അതിന്റെ വയറുമ്പോ നോക്കിട്ടല്ല പാമ്പിന് നിശ്ചയിക്കുക. അതിന്റെ പുറവും തലയൊക്കെ നോക്കണം. അതിന്റെ പുറം തലയും പൊളിക്ക, ഓട് പൊളിക്കണ്ട. ഓട് പൊളിക്കണം. സുലൈമാനെ ആ. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു തോട്ടി എടുത്തിട്ട് വരാൻ ഞാൻ അതിനെ കുത്തിക്കൊന്നാലോ എന്നിട്ട്. നന്നായി. അതെ, ഞെരള് പിരിനാണിണ്ടല്ലോ, തോട്ടി കൊണ്ട് കുത്തണോനെ ഓനും നോക്കും. അയ്യോ. നോക്കിക്കഴിഞ്ഞാ ഓന്റെ ഉള്ളിൽ നല്ല പക ഉണ്ടാവും. എന്നിട്ട് പക വെച്ചിട്ട് ഒറ്റ കൊത്താണ്. എന്തുട്ടി പറയണേ? ചത്ത പാമ്പിന് എന്തുണ്ട പക? ചത്ത പാമ്പിന്റെ കുടുംബക്കാര് വരൂലെന്ന്. കാക്ക, തേനീച്ച, ഇവരൊക്കെ ഇങ്ങനത്തെ ഒരു യൂണിയനാണ്. വലിയ ഒത്തൊരുമേറ്റിങ്ങള്. അതിന്റെ മുകളിൽ ഒരു രാഷ്ട്രീയം നോക്കൂല. എറിയരുത്. പിന്നെ മിണ്ടല്ലി അത് പോയിക്കോട്ടെ പുറത്തേക്കാണെങ്കിൽ. അത് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിയതാ. ഓ ഇളയപ്പന്റെ ഒരു തമാശ. സുലൈമാനെ, നീ ഒരു കാര്യം ചെയ്തേ, ആ ഫോൺ എടുത്തിട്ട് പ്രാഞ്ചീനെയോ കുരുവേട്ടനെ ആരെങ്കിലും ഒന്ന് വിളിച്ചേ. അയ്യോ, ആർക്കും ഒരാൾക്ക് വിളിച്ചാ പോരെ? എന്നാ പിന്നെ വിളിക്കാല്ലോ. കുരുവേട്ടന്റെ നമ്പർ. ആരെ വിളിക്കണം നീ? ഞാൻ കുരുവേട്ടനെ കൊണ്ട. ഹലോ കുരുവേട്ടാ, അതെ, പ്രാഞ്ചിനെയും കൂട്ടിട്ടൊന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ഉണ്ട്. എന്റെ അലീസിച്ച് കാര്യം എന്താന്ന് പറ. കുരുവേട്ടാ, നമ്മുടെ വീട്ടിലെ ഒരു വലിയ മലമ്പാമ്പ്. അയ്യേ, എന്തിനാ നിങ്ങള് മലമ്പാമ്പ് എന്നൊക്കെ പറയണേ? എടാ, അല്ലെങ്കിൽ അവര് വരാൻ സമയം എടുക്കൂലേ? ഡേ പൊട്ടി, മലമ്പാമ്പാന്ന് പറഞ്ഞ അത് വിഷമില്ലാത്തതല്ലേ? ഡേ മലമ്പാമ്പിനെ ആർക്കും പേടിയില്ല. അയ്യേ, എന്തിനാ വിഷം? മലമ്പാമ്പ് ആനനെയും കൂടി അങ്ങനെ തന്നെ വിഴുങ്ങൂന്നാ പറയണേ. എങ്കിൽ പിന്നെ ഞാൻ പോണ്ടെന്ന് പറ. അല്ല പിന്നെ എന്നാ പിന്നെ നീ പ്രാഞ്ചിനോട് പറയുന്ന. ചേച്ചി വിളി. നോക്കിയാണി ഇപ്പം നോക്കിയാണി എന്തെടുത്താണ് അതിന്റെ ഭംഗി. എന്ത് രസല്ലേ. എന്താ പരിപാടി? ആ പാമ്പ് പിടുത്തക്കാരനെത്തിയല്ലോ. വെറുതെ ഈ അതാണ്ട് സോൾവ് ആക്കി കൊടുത്തളാ. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. പാമ്പ് പിടുത്തക്കാരൻ നിന്റെ? ഞാൻ പറയണില്ല. എന്താ സംഭവം? എന്താണ്? നിന്റെ കണ്ണില് മത്ത കുത്തിയിട്ടില്ലല്ലോ, അങ്ങോട്ട് നീങ്ങുന്നേ. നോക്കടാ അതിന്റെ ഉള്ളിലേക്ക്. എടാ, ഓടിന്റെ ഇടയിൽ നോക്കുന്നില്ല. ആ പാമ്പല്ലേ? അല്ല, ആന. ഓ, ഇവന്റെ ഇതിപ്പോ എങ്ങനെ ഇന്റെ മോളിൽ കയറിയ? എയറോപ്ലെയിൻ. ഇങ്ങോട്ട് നീങ്ങുന്നേ. ഇതാരോടും ചോദിക്കാണ്ട് ഇതിന്റെ മുകളിൽ കയറിയതാ. ദൈവത്തെ ഓർത്ത് നീ ഇതിനൊന്ന് ഒഴിവാക്കി. ആരോടും ചോദിക്കാണ്ട മോളിൽ കയറുന്നുണ്ടെങ്കിൽ ആരോടും ചോദിക്കാണ്ട് തന്നെ പൊക്കോളും. എന്താ? ഞാനൊരു പാമ്പ് പിടുത്തക്കാരനല്ല. ഒരാവശ്യം വരുമ്പോ നീ ഇങ്ങനെയാ സഹായിക്കുന്നേ? ഞാൻ പറഞ്ഞ അത് പൊക്കോളോ? അങ്ങനെയാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാ. ഒരു വടി എടുത്തിട്ട് വന്ന വടിയല്ലേ? അത് ഞാൻ വെറുതെ നീ ഞങ്ങളുടെ അയലക്കാരനല്ലടാ. അതെ, ഇത് മുകളിലേക്ക് കയറി പോകുമ്പോ നിങ്ങൾ ആരും ഇല്ല ഇവിടെ. ഞങ്ങളോട് അനുവാദം ചോദിക്കാൻ ഞങ്ങളൊരു കോണി വെച്ച് കൊടുക്കായിരുന്നു അതിന് കയറി പോവാ. എന്താ പുച്ഛം? അവസാനം വെറുതെ തന്നെ വേണ്ടി വന്നില്ലേ? എടാ, നീ ഞങ്ങളുടെ അയലക്കാരനല്ലടാ. ഇത് കുന്നമളത്തേക്ക് എത്ര പിടിക്കേ പതിയെ പിടിക്കേ. ആ പറയണ പോലെ അനുസരിക്കേ. പാമ്പണത് കളിക്കണ കളിയല്ല. കണ്ട അതിന്റെ അവിടെ ഒരു മർമ്മണ്ട്. പിന്നെ ഞാൻ കളരി പഠിച്ച ആളാണല്ലോ. മർമ്മം നോക്കി കുത്താൻ. ഏടോ, ഇത് ഞെരള് ബിരിയാണ. ഇത് ഞാൻ വടിയോൾ തട്ടിയാലല്ലോ ഒരൊറ്റ ചുറ്റല അതിന്റെ മുകളിൽ. ഞെരളി ബിരിയാണി ഇതേ. മറിക്കാം എല്ലാവരും മറിക്കാം. ഇത് തട്ടിയിട്ടും ഇട്ട ഉടനടി അടിക്കൂല. നീ തന്നെ അതുകൊണ്ട് അടിക്കണം. ഇപ്പൊ ചാടും. നിന്നോളി. അയ്യോ കണ്ണില് ചങ്ങായി തുടച്ചോടെ. ഓടല്ലേ? എന്തൊരു പണി കാണിച്ചാലേ? ഞാൻ ആ കണ്ണിലെ കരട് തുടച്ചോട്ടെ വിചാരിച്ചിട്ട് കൊടുത്തല്ലേ. ഇതിപ്പോ എങ്ങനെ ഉണ്ടാവും നീ ആര്യോ? അവൻ ഓടിയെടുത്തിന് പുല്ല് മുളയ്ക്കില്ല മോനെ. അമ്മ അതിന് പേടിയില്ലോ അവൻ പേടിച്ചത്? ഇത്ര ധൈര്യം ഇല്ലാത്തവരൊക്കെ പണിക്ക് നിക്കണെന്ന്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരായാലും പേടിക്കും. നീ മടിയോണ്ടൊന്ന് കുത്തിയാൻ. ഇപ്പം പറ്റൂലട്ടാ. എന്താ കുത്തിയാലേ? കുത്തിയാലാ വറുതൂന്റെ അട്ടാസം നമ്മളെ അട്ടാസൊക്കെ കേട്ടിട്ട് ഞെരള് ബിരിയാൻ ആകെ ഇങ്ങനെ കരിപിരി കൊണ്ടിക്കുക. അതിന്റെ ഇടയിൽ എന്റെ കുത്തും കൂടി കൊണ്ടാലല്ലോ അതിന് പ്രാന്താവും. പേടിയാണെങ്കിൽ പറഞ്ഞ പോലെ. വാവാ സുരേഷ് വന്നിണ്ടാ? എവിടെ? പ്രാഞ്ചേട്ടനെ എവിടെ മലമ്പാമ്പ്? എവിടെ? മലമ്പാമ്പല്ല പ്രാഞ്ചേട്ടാ, രാജവെമ്പാലയാണെന്നാ തോന്നുന്നത്. കുരുവേട്ടാ, ഇതെവിടേത്? അങ്ങോട്ടേക്ക്.
അത് ചേരല്ലേ അത്. ആ ആ ഇതിനിപ്പോ നിങ്ങൾ വിളിച്ചേ? ഞാൻ അപ്പോഴേ ഒരുപാട് പറഞ്ഞു അത് ചേര ഇനി ഉപദ്രവിക്കുന്നതല്ലാന്ന്. ഓ ഗുരുവേട്ട അതിന്റെ പത്തി നോക്കിക്കേ. ഒന്ന് പോടി അവിടുന്ന്, ചേരക്കല്ലേ പത്തി. ഇവിടെ എന്താണ്ടായേ? വെറുതെ എന്തിനാ പേടിച്ചോടുന്ന്? വിളിച്ചിട്ട് നിക്കില്ലല്ലോ. തോർത്തുമുണ്ട് തോളെ വീണപ്പോ പാമ്പാ വീണേന്നും കരുതി അവൻ പേടിച്ചോടിയതാ. അവന് ഓടണ്ടേ? ഭയങ്കര പേടി പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഭ്രാന്താ പറഞ്ഞ ആ മതിയായിരുന്നു. ചെക്കന് ഇനി പ്രാന്താവോന്ന് എനിക്ക് സംശയം. അല്ല ഇത് എന്താ ചെയ്തനെ? അതെ, ചേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ഇങ്ങനെ ഓടിന്റെ മുകളിൽ ചുറ്റി പറഞ്ഞു കിടന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ ചെയ്യാ? നമുക്ക് മണ്ണെണ്ണ സ്പ്രേ ചെയ്താലോ? ഒന്നും ചെയ്യാൻ പറ്റില്ലടേ, അതൊക്കെ മഹാപുരാക്കാവും. ഒരു സൂത്രണ്ടാ, വെളുത്തുള്ളി ചതച്ചിട്ടേ അതിന്റെ മണം എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അത് എവിടേക്കും പൊക്കോളും. അതിന്റെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഈ വെളുത്തുള്ളി ചതച്ചിട്ട് ഇളയപ്പൻ അതിന്റെ മൂക്കിന്റെ ചോട്ടി കൊണ്ടുവന്നു. ഞാൻ എന്തുകൊണ്ട് നീ ചെയ്യണേ? നിന്റെ മാപ്പിളയോട് പറഞ്ഞാ പോരെ? വെളുത്തുള്ളി ചതച്ചിട്ടേ ഒരു നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ഒരു തോട്ടിന്റെ തലപ്പെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മോത്തേക്ക് കുത്തി കൊടുത്ത കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിലേ ചെലപ്പോ താഴത്തേക്ക് വീണിട്ട് അകത്തേക്ക് പോയാലോ? അയ്യോ അയ്യോ ബ്രാഞ്ചിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യ. നമുക്ക് ഫയർഫോഴ്സ് തന്നെ വിളിക്കാം. ഫയർഫോഴ്സുകാരൊക്കെ വിളിക്കേ. നമ്മുടെ വീട്ടിൽ ഈ പാമ്പൊക്കെ അകത്ത് കയറി പിടിക്കുന്ന ഒരാളില്ലേ, എന്താ അവന്റെ പേര്? പാമ്പ് ഗോപിയോ? അവനൊന്ന് വിളിച്ചാൽ നമുക്ക്. കാശ് കൊടുക്കണ്ട. ബ്രാഞ്ചിയുടെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇരുട്ടാവേ, കുട്ടിയോട് വരും. എനിക്ക് പേടിയാ പാമ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും വേലൂരേക്ക്. അവിടെ ആയാലും വലിയ പാമ്പല്ലടി, അതിനെന്താ ചെയ്യാ? ആ പാമ്പ് കളിക്കില്ലേ? അത് അവിടെ കിടന്ന് ചുറ്റി കളിക്കോ? നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നേ. എന്തപ്പോ ചെയ്യമ്മള്? നോക്കിയാട്ടെ കുരുവേട്ടാ, നോക്കി നോക്കി അങ്ങോട്ട് നോക്കി നോക്കി. ഒരു വഴിയുണ്ട്, നോക്കിട്ടാ. എന്താ? ഹലോ ഡാ, മെല്ലെ സംസാരിക്കാം. നമ്മടെ പാമ്പ് ഗോപിയില്ലടാ, അവന്റെ നമ്പർ ഉണ്ടാ? അല്ലെങ്കിൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, അവനെ വിളിച്ചിട്ടേ അവനെ കൂട്ടിയിട്ടൊന്ന് വീട്ടിലേക്ക് വരാനുള്ള വഴി നോക്ക്. അതെ, എന്നാ ഈ അവിടെ ചെല്ലേ, സ്കൂളിൽ ചെല്ലേ ട്ടാ. ആ എന്താ പറഞ്ഞേ? ആ പാമ്പ് ഗോപി അവിടെ സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാന്ന്. അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു ക്ലാസ് എടുത്താ എങ്ങനെ ശരിയാവും? പാമ്പിനെ പറ്റി പറയാനല്ലേ, അതിന് അക്ഷരാഭ്യാസം ഒന്നും വേണ്ട. പാമ്പിന് ഓരോ പാമ്പിനെ പറ്റി അറിയാവുന്നതാണെങ്കിൽ അത് മതി. അതെ, നീ അത് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തേ. അകത്തേക്ക് ഞാൻ പോവില്ല ഒറ്റയ്ക്ക്. എന്താ അകത്തേക്ക് പോകാത്ത? എന്റെ പ്രാഞ്ചിയുടെ ഞങ്ങൾ അകത്തോട്ട് പോകുമ്പോഴേ ഇത് അകത്തോട്ട് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? പാമ്പ അതിന് അവിടെ ഒന്നും വരില്ല. എന്നാ പിന്നെ ഞങ്ങള് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഇതുവഴി പോണം, നമുക്ക് അതുവഴി പോകാം. ചെല്ലങ്ങട് നോക്കിക്കോണേ അതിനെ. ഞങ്ങളിവിടെ ആണുങ്ങളില്ലേ ഇത് നോക്കാൻ? നോക്കട്ടെ കേട്ടോ, ഞാനേ ഇതൊന്ന് തോണ്ടി വെക്കട്ടെ കേട്ടോ. ഞങ്ങളങ്ങോട്ട് പോകുമ്പോ തള്ളിവിട്ട് കഴിഞ്ഞാ അതെ, അനങ്ങാതെ നിക്ക്, ഞങ്ങള് വന്നിട്ട് തട്ടിയാ മതി. ഇങ്ങോട്ടൊരു പേടി. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അത് അങ്ങോട്ട് മാഞ്ഞു വന്നാലോ? ശരി, ഇത് വെള്ളിക്കട്ടനാണെന്നൊരു സംശയം കേട്ടാ. ശരി എന്നുള്ള ധൈര്യത്തിന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഇനി വെള്ളിക്കെട്ടിനാന്ന് പറഞ്ഞു കഴിഞ്ഞാ ചേരനടി, ഞാൻ ഒരു സംശയം പറഞ്ഞല്ലേ. അത് ചേര പ്രാഞ്ചേട്ടാ, ഞാൻ പോകവരവിടെ പെങ്ങന്മാരെ അടക്കി നടന്നോളി. പ്രാഞ്ചേ, ഞാൻ കൊറേ നേരമായി വന്നിട്ട് ആ റേഷൻ കട അടക്കണതിന് മുമ്പ് എനിക്കൊന്ന് ചെല്ലണം. ആ നമ്പീശുള്ള കാലത്ത് എത്ര നേരം ആയാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ തല തെറിച്ച ചെക്കന ആചാളുടെ മോൻ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് എന്തിനാ ഈ നേരത്തെ റേഷൻ കട പോണതിനാ? ഞാൻ APL BPL പ്രശ്ന. അതിനെന്താ? ഒരു പണിയില്ലാത്ത ഞാൻ APL ആണ് എന്നാ പറയണേ. APL? എല്ലാവർക്കും പറ്റിണ്ടാ സാധനം. പാമ്പിനെ കാണാനല്ലോ. പാമ്പിനെ കാണാനില്ല. അതിപ്പോ എങ്ങടെ പോയി? ഈ ഇളയപ്പന്റെ ഒരു റേഷൻ കാർഡ്. അതെ, നോക്കിയേ. അതെയോ? ആലിസ അകത്തേക്ക് കയറണ്ട, പാമ്പ് കാണാനില്ല. അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. എവിടേക്കത് പോയി? പാമ്പിനെ കാണാനില്ലടി. അതെങ്ങടാ പോയെന്ന് ഞങ്ങക്ക് അറിയില്ല. എന്റെ കുരുവേട്ട, നിങ്ങൾ ഇത് എവിടെ നോക്കി നിൽക്കുകയായിരുന്നു? ഞങ്ങൾ എത്ര നേരമായിട്ട് കണിഞ്ഞ കൃഷ്ണമണി പോലെ നോക്കിയിരുന്ന സാധനം അത്. അല്ല കുരുവേട്ടാ, ഞങ്ങളെല്ലാരും കൂടി എങ്ങനെയാ സമാധാനത്തോടെ ഇവിടെ രാത്രി കിടന്നു? ചേര വീട്ടിൽ അന്തി ഉറങ്ങില്ലേ? പിന്നെ ലോഡ്ജിലെ മുറി എടുക്കാണല്ലോ. പൊട്ടപ്പെട്ട തലയാ ഈ ചേരാന്ന് പറയുന്ന പാമ്പുണ്ടല്ലേ, മാളത്തിൽ ഉറങ്ങും. പിന്നെ ഒരു ദിവസം ഉറക്കൊളക്കാൻ തോന്നിയാലോ പാമ്പിന്? എന്താ അവിടെ കല്യാണം നടക്കല്ലേ? പ്രാഞ്ചേട്ടാ, ഉച്ചയ്ക്ക് പോവില്ല, ഇങ്ങോട്ട് വാ. നീയും കൂടി ഒന്നും അങ്ങോട്ട് ചെല്ലേ.
ഇളപ്പം പിന്നെ അങ്ങോട്ട് കേൾക്കോ എന്നാ പിന്നെ പോണോരെ മുടക്കരുത്. പ്രാഞ്ചേട്ടിന് വല്ലതും പറ്റി കഴിഞ്ഞാൽ ഇളയപ്പിനൊരു കുഴപ്പമില്ല. ഞാനും എന്റെ കൊച്ചു വഴിയാതാരാവുന്നത്. നോക്കിയാന്ന് പ്രാഞ്ചേട്ടൻ വാ ഇങ്ങോട്ട്. പ്രാഞ്ചിയെ ഡാ പ്രാഞ്ചിയെ പ്രാഞ്ചി അയ്യോ. പ്രാഞ്ചേട്ടാ പ്രാഞ്ചി പ്രാഞ്ചിയെ പ്രാഞ്ചേട്ടാ ഡാ പ്രാഞ്ചി. ഡാ സുലൈമാൻ ഒരുപാട് നേരമായിട്ട് പോയിട്ട് ഒരു വിവരമില്ല. പടച്ച റബ്ബേ 8 അടി മുറുക്കം കടിച്ചാലുണ്ടല്ലോ 8 അടി നടക്കുമ്പോഴത്തേക്ക് ആള് ക്ലോസ് ആണ്. ഡാ വെറു- പ്രാഞ്ചേട്ട്, ഏ? അയ്യോ ദേ, സൂസേ ദേ, സൂസേ ദേ. പ്രാഞ്ചിയെ പ്രാഞ്ചേട്ടാ. ഡാ പ്രാഞ്ചി. എടാ പെണ്ണ് കോലം കെട്ടൂന്ന്. എന്താ ഡാ നിന്നെ പാമ്പ് കടിച്ചു നീ സുലൈമാൻ പറഞ്ഞപ്പോഴാ ഇവള് തലചുറ്റി ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്ത് പൊട്ടത്തേടി? അവനെന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് വിചാരിച്ചു. ആകെ പേടിച്ചു പോയി പ്രാഞ്ചേട്ടാ. പ്രാഞ്ചേട്ടാ ഞാൻ പറഞ്ഞ പൊട്ടത്തരൊന്നുമില്ല കേട്ടോ. ഇനി അത് കട്ടിലിന്റെ അടിയിലോ കിടക്കേന്റെ അടിയിലോ കൂടി ഞങ്ങൾ എന്താ ചെയ്യാ? കുറെ നേരം ഇവനിങ്ങനെ വളവളാന്ന് പറയാൻ തുടങ്ങിയിട്ട്. അല്ലാതെ നിനക്കൊന്നും കണ്ടുപിടിക്കാനും പറ്റണില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ വന്നല്ലോ, അല്ല ഉപദ്രവം ചെയ്യാൻ വന്നല്ലോ. നിങ്ങൾ ആ ഫോണും കിട്ടിയിരുന്നു. ആ ഫോണും കിട്ടി. ഇഞ്ഞേ ആന കുത്താൻ വരുന്ന സുലൈമ തൊടിയിൽ സുലൈമാനെ പോവില്ലേ? വേണ്ടാന്ന് ഒന്നും പറഞ്ഞില്ലോ. ഒന്നും പറയണ്ട. എന്റെ നല്ല പൈസ എന്റെ സൈക്കിളാ കേടുന്നത് അറിയ നിങ്ങക്ക്. ഐ, പിന്നെ നിങ്ങളെ മാതാലോ ഞാൻ. അവൻ എന്തെങ്കിലും ചേട്ടാ സാധനം എവിടെ പോയിക്കണെന്ന് അറിയില്ല. വാങ്ങട് ആ, നോക്കാട്. ഞാൻ എന്നാ റേഷൻ കടയിൽ പോയിട്ടുള്ള പച്ചരി മേടിച്ചിട്ടേ. എളേപ്പാ ഇവിടെ ഒരടി മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആയതുകൊണ്ട് ഇനി പച്ച ഉള്ള ഇളപ്പിന് കിട്ടില്ല കേട്ടോ. എന്താ ലീസ ഇത് നീ ആ പറയുന്നത്? അങ്ങനെയാ. ഇതേ പാമ്പിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ടോപ്പിൽ അയ്യോ വരും. ആ. മോന്റെ ആ സൂത്രമൊക്കെ കയ്യിലിരിക്കട്ടെ കേട്ടോ. ഇവിടെ ഇരുന്നേ ചെല്ല്. ആ ഞാൻ വന്നില്ല. ആ ഞാൻ പ്രാഞ്ചി പാമ്പിനെ പിടിക്കുന്ന ആള് വന്നു. നീ അതൊരു പ്രശ്നമില്ല. വാ പ്രാഞ്ചേട്ടോ പ്രാഞ്ചേട്ടോ പ്രാഞ്ചേട്ടാ പറഞ്ഞതിനും കുറച്ച് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. ഏയ്. ഗോപിയേട്ടൻ നല്ല തിരക്കുള്ള ആളാണ്. അതെ പാമ്പുകൾ പലതരണ്ട്, പക്ഷെ വിഷമുള്ളത് 3-4 തരമുള്ളൂ. ഗോപിയെ ക്ലാസ് എടുക്കാനല്ലേ തന്നെ വിളിച്ചേ? പാമ്പിനെ പിടിക്കാനാ? അതെ സത്യം പറഞ്ഞ ബോധവൽക്കരണം നടത്തിയിട്ട് പാമ്പിനെ പിടിക്കാൻ മറന്നുപോയി. സത്യം. എവിടെ പാമ്പ് എവിടെ? പാമ്പ് അതെ എവിടെ? ഇവിടെയാണ് കണ്ടത്. എവിടെ? പെട്ടെന്ന് കാണാതെ അകത്തുണ്ടാവുന്ന തോന്നുന്നു. ഏത് വഴിക്കാ പോയത്? അത് അതിന്റെ ഇഷ്ടമുള്ള വഴിക്ക് പോയിണ്ടാവും. അത് ശരി. പാമ്പല്ലേ എവിടേക്ക് ഇടയാന്നറിയില്ലോ. ഒരു ഗ്ലാസ് ഒരു സോഡയും കൂടെ എടുക്ക്. സോഡ കൊണ്ടാ പാമ്പിനെ പിടിക്കണേ? അത് പാമ്പിന്റെ കണ്ണിലെങ്ങാനും ഒഴിക്കാനാവൂടി. അല്ലേ ചേച്ചി ഗോപി സാറിന് ഒരു ഉഷാറ് കിട്ടാനാണ്. അതൊക്കെ വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിട്ട് വന്ന പോരാ. കുഴപ്പമില്ല, വെള്ളായാലും മതി, അകത്തുണ്ടല്ലോ. എന്ന് പറയാം ഒരു വഴി തരും. സാധനം വാങ്ങിയില്ല. ഭാസ്കര വാടാ. ചെല്ല് ചെല്ല് ഇപ്പൊ ശരിയാക്കിരാ. ചെല്ല്. വാടാ. ഞാൻ വരണേ? വാടകണ്ട് ഞാൻ ഇല്ലടാ. ഇല്ലടാ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ആ പാമ്പ് കിட்ட ഇറങ്ങിയാൽ മതി. കൊല്ലം വിട്. പോയിക്കടാ. അവര് പാമ്പിനെ പിടിക്കണമെന്ന് കാണാറുന്നു. ഞാനൊന്നും അങ്ങോട്ട് പ്രാഞ്ചേട്ടൻ ഇവിടെ നിക്ക്. അവരിപ്പോ പോയതേ പാമ്പിനെ പിടിക്കാനൊന്നുമല്ലല്ലോ. ആദ്യം പോയ കാര്യം കഴിയട്ടെ, എന്നിട്ട് മതി പ്രാഞ്ചേട്ടൻ പോകുന്നത്. എന്നാലും എന്താ ധൈര്യല്ലേക്ക്. പിന്നെ അത് മറ്റേ ഇതിന്റെ ആ അതാരി വരണ് പേടിച്ച് ഓടിപ്പോയാളോ? അല്ലടാ നീ എവിടം വരെ ഓടി? ഞാനായോണ്ടാ തിരിച്ചു വന്ന, വേറെ വല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ അടിച്ച കിട്ടിയില്ല. 1 മണിക്കൂറായടാ ആ ഭാസ്കരനും ഗോപിയും കൂടി അകത്ത് കയറിയിട്ട് ഒരു വിവരമില്ല. അതല്ലേ ഇനിയിപ്പൊ അവരെ പാമ്പൂത്തിയ. ആ പ്രാഞ്ചേട്ടാ ആ ഹലീസേജി എന്തേ? പാമ്പ് പോയി പോയി പാമ്പ് പാമ്പ് പോയി. എവിടേക്ക്?
ഞാൻ കണ്ടു ചേച്ചി പോകുന്നത് കണ്ട നമ്മുടെ പിന്നമ്പറത്ത് തൊഴുത്തില്ലേ അതുവഴി എഴുതി വന്ന് ഞാൻ കണ്ടു. എന്ത് ഡിസൈനാ? ഞാൻ ഇവിടെ കണ്ടത് എന്നെ പ്രധാൻ ചേട്ടാ. അതേ പാമ്പനല്ലേ? ആ അത് തന്നെ. പട്ടി ഇങ്ങോട്ട് കാട്ടിയേ. എന്തിനാ പടി നിനക്ക്? അവിടെ നിന്ന് ഓടിക്കാൻ. അയ്യടാ, നീ അവര് ഓടിക്കണ്ട, കഴിഞ്ഞു. ഓടിയ പാമ്പിനെ നീ ഓടിക്കണേ. അല്ല, ഈ വളപ്പിൽ കയറിയതല്ലോ. എളേപ്പാ 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 പാമ്പിനെ കിട്ടി ഇങ്ങോട്ട് പോരെ. വരവത്ര പന്തിയല്ലോ. പാമ്പിനെ കിട്ടി പിന്നെ എന്താ അവിടെ കാട്ടുന്നത്? ഈ പാമ്പുകൾ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? അടിച്ചാ ഗോപിയേട്ടൻ ഗോപി നീയാടാ ഞാനാ. അല്ല പ്രാഞ്ചി, പാമ്പുകൾ പലവിധമാണ്. അല്ല ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയാനല്ലോ. അതില് എന്തേ?